മനസ്സിലായിട്ടില്ല. ഇതിന് അധികം പ്രശ്നങ്ങൾ എടുക്കുന്നൊന്നും ഓരോക്കെ എനിക്ക് മനസ്സിലാകില്ല. ഞാൻ തിരുവനന്തപുരത്ത് വരുന്ന സമയത്ത് ഇവിടെ മസ്താനിയുടെ ഷോ ഉണ്ടെന്ന് അറിഞ്ഞു. വല്ലാത്ത ചോദ്യങ്ങളാണ്. മര്യാദ കാണിക്കണം കേട്ടോ. കടപ്പുറത്ത് വിജയ് എൻ്റെ ഡയറക്ടർ, ഞങ്ങൾ ഭയങ്കര ഫണ്ണാണ് പുള്ളി ഇങ്ങനെ വന്നിട്ട് റോഡ് സൈഡ് ഇങ്ങനെ നിൽക്കുക. ഞാൻ വിഷയം എന്ത് കുഴപ്പം ഒന്നുമില്ലടാ. ഞാനടുത്ത് ആർട്ടിൻ്റെ അങ്ങനെ എന്തോ ഒരു ഇതുകൊണ്ട് കുറച്ച് ഡിലേ ആയിരുന്നുകൊണ്ടാണ്. അതൊന്നുമല്ല എന്താ ഇല്ല കുഴപ്പമില്ല നീ വയ്ക്കാം. ഞാൻ ആരോടും പറയരുത്. ഞാനൊരു ഒറ്റ മൈനയെ കണ്ടത് 2 മൈനയെ കണ്ടിട്ടാണ് ശരിക്കും ഷൂട്ട് തുടങ്ങിയത്. സത്യം പറഞ്ഞ ചേട്ടാ, എനിക്ക് ഈ ബോൾ കാണുമ്പോൾ തന്നെ കയറി അടിക്കാൻ തോന്നി ചേട്ടാ. ഞാൻ ഈ ചെന്നൈയിലോട്ട് പോകാനുള്ള അല്ല വേർപ്പൊഞ്ഞിട്ട് കുപ്പായൊക്കെ അവിടെ ഇരിക്കട്ടെ ചേട്ടാ. അതൊക്കെ പിന്നെ പറയാം. ഇനിയിപ്പം കുറച്ച് വേർത്താലേ കുപ്പായൊക്കെ എടുത്തിടാൻ പറ്റത്തുള്ളൂ. എന്താണ് പല്ലി മീഡിയ ആരാണ് അത് സ്റ്റാർട്ട് ചെയ്തത്? അതിൻ്റെ പിന്നിൽ ഒരാളാണോ, ഒരുപാട് പേരുണ്ടോ? എത്ര നാളായി സ്റ്റാർട്ട് ചെയ്തിട്ട്? ശരിക്കും ഒരു ജാതി ജാതകം എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു പാക്കപ്പിൻ്റെ സമയത്ത് രാകേഷ് മണ്ടോടി പുള്ളിയാണ് എന്നോട് പറഞ്ഞാൽ നീ പോയിട്ടൊരു ചാനൽ തുടങ്ങുക, നീ മറ്റു ചാനലിലൊക്കെ സ്ക്രിപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, നീ തുടങ്ങിക്കുക. ഒരു 4 പേരുണ്ടായിരുന്നു ആദ്യം. അതിനകത്ത് ഒരു 2 പേര് പകുതിയിൽ നിന്ന് ഇട്ടിട്ട് പോയി. കാരണം റീച്ചില്ല. ഒരു 32 വീഡിയോ ചെയ്ത സമയത്ത് 432 ഫോളോവേഴ്സ്. എനിക്ക് അത്രയും മെമ്മറി നിൽക്കാൻ കാരണം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ടാണ്. 500 ഫോളോവേഴ്സും 500 ഫോളോവേഴ്സ് അത് നമ്മളെ കാണണ്ടല്ലോ. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ടിട്ട് കയറാൻ തുടങ്ങി. ഇപ്പം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും എത്രയോ ദൂരം. ബോംബെറിയണ ചേട്ടനൊക്കെ പറഞ്ഞിട്ടാണ് കണ്ണൂർ ഗുണ്ട. ഇപ്പൊ അങ്ങനെ മെയിൻ അങ്ങനെ ഒരു ലേബലായി കണ്ണൂർ ഗുണ്ട. അതൊക്കെ നമുക്കറിയാലോ. എങ്ങനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ബോംബ് കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്കറിയാം എന്താണ്. ശരിക്കും കണ്ണൂർ ആരുടെയും ബോംബുണ്ടോ? ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെ ഒരു മഹാലക്ഷ്മിയാണ് കൂടെ വന്നിരിക്കുന്നത്. മഹാലക്ഷ്മി വന്ന ഐശ്വര്യമാണെന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ തിയേറ്ററിൽ വളരെ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പ്രകമ്പനം മൂവിയിലെ ഒരു പ്രകമ്പനമായ പ്രകടനം കാഴ്ചവെച്ച ഒരാളാണ് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. സനീഷ് ഗിന്നസ്, വെൽക്കം. താങ്ക് യു. ഞാൻ ആക്ച്വലി ഫുൾ ഓഫ് സർപ്രൈസസ് ആണ് ഈ പുള്ളി വന്നിരുന്ന സമയം മുതൽ. ആദ്യം തന്നെ ഞാൻ ലുക്ക് കണ്ട് ഞെട്ടി ഗൈസ്. നമ്മൾ കണ്ട ആ വെറുപ്പിക്കുന്ന ആ പാർട്ടിക്കാരനല്ല കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ റീൽസിലൊക്കെ കണ്ട ഒരാളെ അല്ല. അതെന്ത് മനഃപൂർവ്വമായിട്ട് ആ റീലിന് വേണ്ടി ആ ഒരു ഗെറ്റപ്പും റിയലിന് വേണ്ടി ഈ ഒരു ഗെറ്റപ്പും ആണ്? അല്ല ശരിക്കും നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി നടക്കുമ്പോൾ കുറച്ചുകൂടി മോഡേൺ ആയിട്ട് നടക്കുമല്ലോ. പിന്നെ റീലിൽ വെച്ചാൽ നമ്മുടെ നാട്ടിൻപുറത്ത് നടക്കുന്ന കുറേ കാര്യങ്ങളാണ് നടക്കുക. അപ്പം നമുക്കിപ്പം എബ്രോഡിലൊക്കെയുള്ള കുറേ ആൾക്കാരെ വിളിക്കുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക നൊസ്റ്റാൾജി ഫീൽ ചെയ്യുന്നത് നമ്മുടെ ആ പ്രദേശത്തുള്ള ലൊക്കേഷൻ, പിന്നെ അതുപോലെ നമ്മൾ ഈ കയ്യിലേക്ക് എടുത്ത് നടക്കുമ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ കാണുന്നൊരു ഫീൽ ഉണ്ടെന്ന് പറയും. അപ്പം നമ്മളങ്ങനെ അത് കീപ്പ് ചെയ്തുകൊണ്ട് പോകും. ഓക്കെ. ശരിക്കും നമ്മുടെ നാട്ടിലും ഈ നമ്മുടെ കടകളിലൊക്കെ പോകുമ്പോൾ അവിടെ ഫ്രണ്ടിലേക്ക് ഇരിക്കുന്ന ഒരു ചേട്ടൻ്റെയൊക്കെ ലുക്ക്. പക്ഷെ ഈ ചേട്ടൻ ആക്ച്വലി നല്ല ഏജ്. അമ്മീൻ്റെ ഉമ്മയുടെ പ്രായം ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു. അല്ലാതെ അമ്മീനിടയ്ക്ക് പറയും എൻ്റെ ഉമ്മയുടെ പ്രായം ഉണ്ട്. അപ്പം ഇന്നലെ അവൻ്റെ ഉമ്മ വിളിച്ചപ്പോഴും അങ്ങനെ പറഞ്ഞു, ഇവനെന്തിനീ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവന് നല്ല പ്രായം തോന്നുന്നുണ്ടല്ലോ. ഏതോ ഒരു മീഡിയയിൽ വന്നെന്ന് ഇങ്ങനെ പ്രകമ്പനത്തിൽ അഭിനയിച്ച ആൾക്കാരുടെ വയസ്സെന്ന് പറഞ്ഞിട്ട് കൊടുത്തപ്പം അമ്മീൻ്റെത് 33 എന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ല, അവന് 22 വയസ്സായിട്ടുള്ളൂ. പയ്യനാ. പക്ഷെ ചില ആളുകളെ കണ്ടാൽ നമുക്ക് ഭയങ്കര പ്രായം തോന്നിക്കും. ചില ആളുകളെ കണ്ട പ്രായം അവന്റെ സ്വഭാവത്തിലും കുറച്ചുകൂടെ മെച്ചൂർഡ് ആയിട്ടാ, ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള. അത് ആക്ച്വലി ഭയങ്കര ബ്ലെസ്സിങ് ആട്ടോ. അവന്റെ ടേസ്റ്റും അങ്ങനെയാണ്. ഞാൻ എന്നിട്ട് ഇതിനിടയ്ക്ക് പറഞ്ഞു നീ കാലം തെറ്റി ജനിച്ചാണെന്ന്. കാരണം അവൻ പഴയ ഗാനങ്ങൾ ഇതൊക്കെയാണ് അവന്റെ ഒരു ഇഷ്ടം. നിങ്ങളുടെ തള്ളവൈബിലൊരു ലിറിക്സ് ഇല്ലേ, കാലം തെറ്റി വേറെ ഏതോ ലോകത്ത് നിന്ന് വീണ പീസോ എന്ന് പറയുന്നത് അതുപോലെ. ഓക്കെ, നമുക്ക് എന്തായാലും പ്രകമ്പനമാണ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് വിശേഷം. അതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്കി എല്ലാത്തിലേക്കും പോവാം. എങ്ങനെയാ ആക്ച്വലി ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ തിയേറ്ററിൽ ഇവിടുത്തെ ഒരു ഷൂട്ട് കഴിഞ്ഞ് ഏറ്റവും ലേറ്റായിട്ട് കിട്ടുന്ന ഒരു 10:45 ഷോക്ക് ഒരു PVR പോയാണ് നമ്മളിത് കാണുന്നത്. ആ ഒരു സമയത്താണെങ്കിൽ ഓഡിയൻസിൻ്റെ ആ ഒരു എനർജി, അവരെല്ലാ കോമഡിക്കും കംപ്ലീറ്റ്ലി ആക്റ്റീവ് ഓഡിയൻസ് ആയിരുന്നു. ഒരു സിനിമ നമ്മൾക്ക് ആ ഒരു വൈബ് കിട്ടണമെങ്കിൽ ഓഡിയൻസും ഭയങ്കര ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഭയങ്കര ആക്റ്റീവ്, ചിരിച്ച് ഉല്ലസിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്നാണ് ഈ സിനിമ കാണുന്നത്. ബേസിക്കലി ഫുൾ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു കംപ്ലീറ്റ്ലി. എല്ലാ ക്യാരക്ടേഴ്സ് ആണെങ്കിലും നമ്മൾ വിചാരിക്കാത്ത ഒരു കൈൻഡ് ഓഫ് പ്രേതമാണ് അവിടെ വരുന്നത്.
അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദാറ്റ് ബ്യൂട്ടിഫുൾ മൂവി. ആൻഡ് എങ്ങനെയാണ് പ്രകമ്പനത്തിലേക്ക് എത്തിയത്? പ്രകമ്പനത്തിലേക്ക് ഈ പല്ലി മീഡിയയിലെ വീഡിയോ കണ്ടിട്ടാണ് എന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ നന്ദിച്ചേട്ടൻ നന്ദിപ്പുതുപാട് വിളിക്കുന്നുണ്ട്. അപ്പം എന്നോട് പറഞ്ഞാൽ വിജേഷ് എന്നിട്ട് പുള്ളി വിളിക്കും, മുന്നേ നദികൾ സുന്ദരിയമ്മ എന്നിട്ടുള്ള പടം ചെയ്തിട്ടുള്ള പുള്ളിയാണ്. അപ്പം ഞാൻ ഓക്കെ ചേട്ടാ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ആ വണ്ടർ അടിച്ചിരിക്കുക. അപ്പം അതിനുശേഷം വിജേഷേട്ടൻ വിളിച്ചു. വിജേഷേട്ടൻ പറഞ്ഞാൽ ഒരു ക്യാരക്ടർ ഉണ്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പം നമ്മൾ ഒന്നാമത് കുറേ തിക്താനുഭവങ്ങൾ അതിന് മുന്നിൽ കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ ചേട്ടാ. അപ്പം എന്നോട് കൊച്ചിയിലോട്ട് വരും വെച്ചു. ഞാൻ പറഞ്ഞു അപ്പം എനിക്ക് എന്തോ തോന്നി, എന്തോ കാര്യമായിട്ടുണ്ടെന്ന് തോന്നി. അങ്ങനെ ഒരു ബ്രീഫ് പറയാൻ വേണ്ടി വിളിച്ചു. പുള്ളി ഇങ്ങനെ 2 ക്യാരക്ടർ ഉണ്ടാവും, രമേശ് എന്ന് പറഞ്ഞിട്ടും ബെനഡിക്റ്റ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. അപ്പം രമേശൻ്റെ ഇങ്ങനെ ഒരു നറേഷൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇതാര ചെയ്യണമെന്ന് ചോദിച്ചു. അത് അസീസ് നെടുമങ്ങാടാണ്. ഓക്കെ. പിന്നെ ബെനഡിക്റ്റ് എന്ന് പറഞ്ഞു ചോദിച്ചു ഇതാര. അപ്പം ആ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഞാൻ കുറേ ചിരിച്ചു. ഇങ്ങനെയുള്ള ക്യാരക്ടർ നമ്മുടെ നാട്ടിൻപുറത്ത് കണ്ടുവരുന്ന കുറേ ടൈപ്പൊക്കെ ഉള്ള പുള്ളിയാണ്. ഞാൻ ചോദിച്ചു ഇതാര ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു ഇതാണ് നീ ചെയ്യണത്. അപ്പോൾ എനിക്ക് ടെൻഷനായി. കാരണം ഞാൻ ചോദിച്ചു ചേട്ടാ എന്നെ കൊണ്ട് പറ്റുമോ? നിന്നെ കൊണ്ട് പറ്റും, നിന്നെ കണ്ടുകൊണ്ടാണ് ഞാൻ വിളിച്ചതാണ്. എഗ്രിമെൻ്റ് ഒപ്പിടാൻ പോയപ്പോഴും ഞാൻ ഒപ്പിട്ട് പുറത്തു വന്നപ്പോൾ ഞാൻ ചോദിച്ചു ചേട്ടാ നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്, എനിക്ക് 100% ഉറപ്പാണ് നിന്നെ കൊണ്ട് പറ്റുന്നത്. എന്തൊരു ഭാഗ്യത്തിന് പണ്ട് ജഗതി ചേട്ടൻ പറഞ്ഞ പോലെ അമ്പിളി ചേട്ടൻ പറഞ്ഞ പോലെ നമ്മളൊരു ഇമോഷണൽ സീന് ചെയ്തിട്ട് അത് കാണുന്നയാൾ കാര്യമാണെന്നല്ല. കാരണം ഓരോ ആൾക്കാർക്കും ഓരോ തരത്തിലെടുക്കാം. പക്ഷെ ചിരിപ്പിക്കാനായിട്ടൊരു സാധനം ചെയ്തിട്ട് ചിരിച്ചില്ല ഭയങ്കര പരാജയം. നമ്മളിപ്പോൾ തിയേറ്റർ വിസിനൊക്കെ പോയിട്ട് നമ്മളവിടെ ഇരിക്കുമ്പം എൻ്റെയൊക്കെ രംഗം വരുമ്പോൾ ചിരിക്കുന്നതാകുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതം, ഇതിനകത്ത് ഞാൻ ചിരിക്കാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നി. പക്ഷേ ഓരോ 3 മിനിറ്റിൽ ഇങ്ങനെ ചിരി വന്നുകൊണ്ടേ കൊണ്ടിരുന്നു. ശരിക്കും നമ്മൾ പറയുന്നില്ല, എന്നാലും ചായക്കടയിലൊക്കെ നിൽക്കുമല്ലോ. അപ്പം നമ്മൾ ചോദിച്ചാൽ ആ വഴി അങ്ങ് പോയി എന്ത് വെറുപ്പിക്കലാണെങ്കിൽ ഒന്നും പിടിച്ച് പുറത്താക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ദൈവം പിന്നെ അടുത്ത സീനിൽ ചായക്കടയിൽ അത് ആക്ച്വലി കംപ്ലീറ്റ്ലി ഓഡിയൻസ് അത്രയും എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തത് അവിടെ വർക്ക്ഔട്ടായി. അത് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവൻ നമ്മുടെ സാഗർ പ്രസംഗിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അവിടെ എന്നെ ഇങ്ങനെ കാണിച്ചപ്പോൾ തിയേറ്ററിൽ ദേ മറ്റേ പുള്ളി എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അത്രയും നോട്ടീസ് ചെയ്യണ്ടല്ലോ ആൾക്കാർ. അവിടെയൊക്കെ എന്നെ ഞാൻ ഡയലോഗൊന്നുമില്ല, പക്ഷെ ചിരിക്കുന്നുണ്ട് ആൾക്കാർ എന്നെ കാണും. പിന്നെ അത് തിയേറ്റർ കഴിഞ്ഞിട്ട് ഷോ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഇതേ ബോംബോളി എന്ന് പറഞ്ഞിട്ട് ബോംബ് എറിയണ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കണ്ണൂർ ഗുണ്ട. ഇപ്പൊ അങ്ങനെ മെയിൻ അങ്ങനെ ഒരു ലേബലായി കണ്ണൂർ ഗുണ്ട എന്ന് പറഞ്ഞു. ആളുകൾ ചോദിക്കാറുണ്ടോ 2 ബോംബ് എടുക്കാനുണ്ടോ? കുറെ ആൾക്കാർ ചോദിക്കും. പ്രത്യേകിച്ച് ഞാൻ കണ്ണൂരുകാരനാണ്, കണ്ണൂർ ഇരിട്ടിയാണ്, ഇപ്പം ചാവശ്ശേരിയാണ് താമസം. അപ്പം അവിടെയുള്ളവർ അപ്പം ഇതിൻ്റെയൊക്കെ നമുക്കറിയാമല്ലോ എങ്ങനെ. ഞാൻ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട് ബോംബ് കാര്യങ്ങളൊക്കെ. അപ്പം നമുക്കറിയാം ഇതെന്താണ്. കാണുമല്ലോ സ്വാഭാവികം. ശരിക്കും കണ്ണൂരുകാരുടെ ബോംബുണ്ടോ? കണ്ണൂരുകാരൻ ഏറ്റവും പാവങ്ങളാണ്, എനിക്കറിയാം. പക്ഷെ എല്ലാ കാര്യത്തിലും ആത്മാർത്ഥത കൂടുതലാണ്. സ്നേഹിക്കുകയാണെങ്കിൽ 100% സ്നേഹിക്കും, ദേഷ്യമാണെങ്കിൽ 100%. പകുതി വെച്ചിട്ടുള്ള പരിപാടി ഇല്ല. പക്ഷെ ഇപ്പം കുറെ മാറി. പണ്ടൊരു രാഷ്ട്രീയ പശ്ചാത്തലം അങ്ങനെ ആയിരുന്നു ആദ്യങ്ങളുടെ കാലങ്ങളിലൊക്കെ. നമ്മളൊക്കെ എണ്ണമായിരുന്നു ഒരു പാർട്ടിയുടെ ഒരാളെ കൊല്ലുന്നു അടുത്തുള്ള. അപ്പം നമുക്കൊക്കെ ലീവാണല്ലോ. അപ്പം നമുക്കറിയില്ല നമ്മളിങ്ങനെ ലീവ് ഒരാളെ തട്ടിയിട്ട് അപ്പോൾ അർത്ഥമല്ലേ അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇപ്പം എല്ലാവരും മാറി, കാരണം എല്ലാവർക്കും തിരിച്ചറിവുണ്ടായി തുടങ്ങി. പിന്നെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ മൊത്തത്തിൽ ഒരു മാറ്റം വന്നു മാറി. ശരിക്കും കണ്ണൂരുകാരുടെയിലും എല്ലാവരുടെയിലും പോകുമൊന്നുമില്ല. അതാ ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് ഒരു വിചാരമുണ്ട് കണ്ണൂരുകാരൊക്കെ കഷ്ടത്തിനിടയിൽ പോകുമ്പോൾ. അതെന്താ പറയുക, പൊതുവേ റീൽസിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഇപ്പൊ കുറെ ഉണ്ട് എവിടെ വീട് കണ്ണൂർ അപ്പൊ തന്നെ ബോംബ് ഇടുന്ന ഒരു സൗണ്ടാ. അല്ല ഇമോജി ഇടും. അത് ചില നമ്മള് ഈ കണ്ടന്റ് താഴെ വരും നിങ്ങളുടെ ജില്ലയെ എന്താണോ പ്രതിനിധീകരിക്കുന്നത് ഒരു സാധനം ഇമോജി ഇടും. ഞങ്ങളുടെ കണ്ണൂരുകാരെല്ലാം ബോംബ് മാത്രമേ ഉണ്ടല്ലോ. അത് നിങ്ങളെ ഞങ്ങള് പേടിപ്പിക്കുന്നത്. പൊതുവെ ഒരാളത്തെ അവനോട് കളിക്കുന്നുണ്ട്, അവന്റെ വീട് കണ്ണൂർ. പണ്ട് കാലങ്ങളിലായിരുന്നു സമ്പ്രദായമായിരുന്നു, ഇപ്പം മാറി കുറെ മാറി. എനിക്ക് തോന്നുന്നു കണ്ണൂർ ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്ലാങ് പിടിക്കാൻ അങ്ങനെ കഷ്ടപ്പെടേണ്ടി വന്നില്ല. ഈ പള്ളിയിലൊക്കെ സംസാരിക്കുന്ന കണ്ണൂരുകാരെ പക്കാ സ്ലാങ് ആണ്. അപ്പം അത് വലിയ എളുപ്പമായിരുന്നു, എനിക്ക് ചെയ്യാൻ കുറച്ചുകൂടെ ഈസി ആയിരുന്നു. അതുകൊണ്ടാണ് വേറെ ഡയലോഗ് ഡെലിവറി ശ്രദ്ധിക്കുമ്പോൾ കുറച്ച് സ്പീഡാണ്. നമ്മൾ ഈ തൃശ്ശൂരുകാരും കണ്ണൂരുകാരും സംസാരിക്കുന്നത് ഭയങ്കര സ്പീഡാണ്. അതായിരുന്നു നിങ്ങളുടെ ക്യാരക്ടറിന്റെ ആ ഒരു ഡയലോഗ് ഡെലിവറി മറ്റവരെക്കാളും കുറച്ചും കൂടി ഡിഫറെന്റ് ആണ്. വിജയ് ചേട്ടൻ ഇത് ഇങ്ങനെ ഡബ് ചെയ്യാന്ന് ചോദിച്ചു. അപ്പം അതിന് പൈലറ്റ് കേൾക്കുമല്ലോ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാനിത് നോർമലി ഇങ്ങനെ സംസാരിക്കുന്ന ആളാണ്. അങ്ങനെ ഡബ് ചെയ്തപ്പോ എനിക്ക് വലിയ പ്രശ്നമില്ല, പെട്ടെന്ന് അങ്ങോട്ട് പോയി. ഒരു കണ്ണൂർ സ്ലാങ്ങില് സിനിമ ഇപ്പൊ ആഫ്റ്റർ സിനിമക്ക് ശേഷം കുറെ അപ്രിസിയേഷൻസ് കിട്ടുന്നുണ്ട്. ഇപ്പോഴും സിനിമ തിയേറ്ററിൽ ഹൗസ്ഫുൾ ആയിട്ട് ഓടുന്നുണ്ട്. അതായത് വീക്കെൻഡ്സിൽ മാത്രമല്ല, അത് ആലോചിക്കണം. ഞങ്ങൾ കണ്ടത് വീക്ക് ഡേയ്സിലാണ്, അതും ലേറ്റ് നൈറ്റ് ഷോക്ക്. അപ്പൊ അങ്ങനെ ഒരു സിനിമ ഓടുന്നുണ്ടെങ്കിൽ അത് അത്രയും നല്ല ഹിറ്റായിട്ട് പോകുന്നുണ്ടാണ്. അപ്പൊ അത്രയും എല്ലാ പ്രേക്ഷകരുടെയും മെസ്സേജസും അപ്രിസിയേഷനും തിയേറ്റർ വിസിറ്റിന്റെ ആ ഒരു എക്സ്പീരിയൻസ് കണ്ണൂർ സ്ലാങ്ങിലൊന്ന് പറയും. കണ്ണൂർ സ്ലാങ്ങിൽ അല്ല, നമ്മളിങ്ങനെ ഓരോ തിയേറ്ററിലെല്ലാം പോകുന്ന സമയത്ത് നമുക്ക് കാണാം ഓരോ ആൾക്കാർ ഞാൻ വരുന്ന സീനിലും മറ്റുള്ളവർ വരുന്ന സീനിലെല്ലാം ഇങ്ങനെ ചിരിക്കുന്നുണ്ടാവും.
അപ്പം ഞാൻ ഭയങ്കര ടെൻഷൻ ഉണ്ട്. കാരണം ഒന്ന്, ഞാൻ ഇവിടുന്ന് പോയതിന് ശേഷം അച്ഛനും അമ്മയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നാട്ടിലുള്ളൊരു തിയേറ്ററിൽ പോയി, അവിടെ ഒരു 250 സീറ്റുള്ള ഇതാണ്. അപ്പം ഞാൻ പോയ സമയത്ത് തന്നെ ആൾക്കാരിങ്ങനെ ഭയങ്കര ചിരിയാണ്. കുറേ ആൾക്കാർക്ക് എന്നെ പെട്ടെന്ന് മനസ്സിലായില്ല. ഞാൻ കയറി അവിടെ ഇരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ വാഷ്റൂമിലേക്ക് പോകുന്ന സമയത്ത് എല്ലാവരും അതാ മറ്റേ ചങ്ങായി പോകുന്നത്. പിന്നെ അവിടുന്ന് മൂത്രപ്പുരയെന്നൊക്കെ ഇങ്ങനെ ഇത് ഫോട്ടോ എടുത്ത് നിൽക്കുക. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ പുറത്തിറങ്ങിയ സമയത്തെല്ലാം ഇത് ആൾക്കാരിങ്ങനെ വരുന്നു. എനിക്ക് തോന്നുന്നു ഒരു സമയത്ത് ആഗ്രഹിച്ചിരുന്ന ഒരു മൊമെന്റിലാണ് ഇപ്പൊ ജീവിക്കുന്നല്ലേ. നമുക്ക് ആഗ്രഹമുണ്ട്, നമ്മളിങ്ങനെ ഇമാജിൻ, നമ്മൾ പണ്ട് പറയുന്ന മാനിഫെസ്റ്റ് ചെയ്യാന്നൊക്കെ പറയുന്ന പോലെ ഞാനിതൊക്കെ എല്ലാ കാര്യങ്ങളും എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഞാൻ കല്യാണം കഴിക്കണത്, ഒരു വീട് ഉണ്ടാക്കണത്, വണ്ടി വാങ്ങുന്നത്, ഇതൊക്കെ ഇത് ഞാൻ ആദ്യമേ സംഭവിച്ചതായിട്ട് ഇങ്ങനെ ചിന്തിക്കും. ഇതിൻ്റെ ഒരു ടെക്നിക്കൽ വശം ഈ മാനിഫെസ്റ്റ് ആണെന്ന് എനിക്കറിയാം, മാനിഫെസ്റ്റേഷൻ ആണെന്ന് അറിയില്ല. പക്ഷെ ഞാനതൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ ഞാൻ ഈ ഇൻ്റർവ്യൂ പോലും ഞാൻ മുന്നേ പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്. കാരണം ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് എൻ്റെ തന്നെ ചോദ്യങ്ങൾക്ക് ഞാൻ തന്നെ മറുപടി പറയുന്നത് മിററിലൊക്കെ നോക്കിയിട്ട് ഇതൊക്കെ മുന്നേ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ ആക്ച്വലി അത് കറക്റ്റാ. മാനിഫെസ്റ്റേഷന്റെ ഒരു പാർട്ടാണ്. നമ്മൾ നടന്നത് കഴിഞ്ഞതായിട്ട് വിചാരിക്കണം. ആ ഒരു മൊമെന്റിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നമ്മൾ തന്നെ വിചാരിക്കണം. അങ്ങനെയാണ് ശരിയാണ്. കാരണം എൻ്റെ അനുഭവത്തിൽ തന്നെ ഇതൊക്കെ നടന്നിട്ടുണ്ട്, നടന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇത് ഉറപ്പാണ്, മാനിഫെസ്റ്റേഷൻ എന്നുള്ളൊരു സാധനം ഉറപ്പാണ്, ഉണ്ട്. അതായത് നമ്മൾ അത്ര ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമ്മളിലേക്ക് വരും. അതെ, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് കൂടുതലായിട്ട് നമുക്കിപ്പോൾ എനിക്ക് സുഖമില്ല നമ്മൾ ഓൾറെഡി അങ്ങനെ ഡെസ്പായിട്ട് ഫുള്ള് വരും, സാധനം വരും. പ്രകമ്പനത്തിലേക്ക് വരുമ്പോഴേക്കും ഇപ്പൊ പറഞ്ഞു അമ്മീൻ്റെ ഉമ്മാന്റെ പ്രായമുണ്ട്, പക്ഷെ ആ പിള്ളേരുടെ വൈബില് നിൽക്കുന്ന ഒരാളായിരുന്നു. അതെങ്ങനെയായിരുന്നു ശരിക്കും? അങ്ങനത്തെ ഒരു വൈബുള്ള ആളാണോ? അല്ലെങ്കിൽ നമ്മളിപ്പോ റീൽസിൽ കാണുമ്പോൾ പ്രായമുള്ള ഒരു ചേട്ടൻ, അല്ലെങ്കിൽ ഭയങ്കര നാട്ടുമ്പുറത്തുള്ള ഒരു ചേട്ടൻ, ഭയങ്കര അങ്ങനത്തെ ഒരു ക്യാരക്ടറാണോ? ശരിക്കും ഞാൻ വളവളാ സംസാരിച്ചോണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. ഇപ്പം എന്നോട് കാരവനിലോട്ടിരിക്കാൻ പറഞ്ഞാൽ ഞാൻ ഇരിക്കില്ല, എനിക്ക് പുറത്ത് വരണം. ആൾക്കാരായിട്ട് ഇങ്ങനെ ഡ്രൈവർമാരാണെങ്കിൽ അല്ലെങ്കിൽ വേറെ പ്രൊഡക്ഷനിലെ ടീമാണെങ്കിൽ ഞാൻ എല്ലാവരോടും കമ്പനിയാണ്, അഭിനയിക്കുന്നില്ല, എനിക്കിങ്ങനെ സംസാരിക്കണം, ആൾക്കാരോട് ഇങ്ങനെ വിശേഷം ചോദിക്കണം, സംസാരിച്ചിട്ട്. അപ്പം ഈ സാഗറാണേലും അമീനാണേലും ഗണുവൊക്കെ ആണേലും ശീത്തുള്ള എല്ലാവരും നമ്മളിങ്ങനെ സംസാരിക്കും. സുബിന് വല്ല തന്നെ ഷൂട്ടില്ലെങ്കിൽ ഇങ്ങനെ മാറി സംസാരിക്കും. പിന്നെ കുറേ ദിവസം വൈകുന്നേരം 6 മണി തൊട്ടിട്ട് വെളുപ്പിന് 6 മണി വരെ ഷൂട്ട് ഉണ്ടായിരുന്നത് ആ നൈറ്റിൽ. അപ്പം ചില ദിവസങ്ങളിൽ എനിക്ക് ഷൂട്ടില്ല. പക്ഷെ ഗണപതി പറയും അവനെ വിളിക്കാം, എന്നെ ഉറങ്ങാൻ പറ്റില്ല, വിളിച്ചിട്ട് അവിടെ കൊണ്ടിരുന്നു വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ അവരെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേക്കും. ഫുള്ള് വൈബായിരുന്നു. ഓരോ ഭക്ഷണം കഴിക്കുക, ഓരോ സ്ഥലങ്ങളിൽ പോവുക. ഞാൻ പിന്നെ നമ്മുടെ പ്രായം സംഖ്യയാണല്ലോ, ഓൾമോസ്റ്റ് അങ്ങനെയാണ്. നമ്മൾ പിന്നെ ആ ഒരു വൈബിലായി എല്ലാവരും. അത് വിജയശേട്ടൻ കൂടെ, നമ്മൾ എൻ്റെ ഡയറക്ടറായിട്ട് വിജയശേട്ടൻ കൂടെ, ചേട്ടനും ഒക്കെയാണ് ഒരു 40+ ഉള്ള ആളാണ്, 40+ ഉള്ള. പക്ഷെ പുള്ളിയും ഭയങ്കര ചില്ലായിരുന്നു, വൈബായിരുന്നു. ആ ലൊക്കേഷൻ മൊത്തത്തിൽ ആ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടായിരുന്നു. നമ്മുടെ പ്രൊഡ്യൂസർ സുധീഷ് ചേട്ടൻ ഉണ്ടായിരുന്നു, പ്രൊഡ്യൂസർമാരുടെ ഒരാളാണ്. അപ്പോൾ പുള്ളി എന്നോട്, നമ്മുടെ മീശമാധനൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ പുള്ളിനോട് എടാ ഞാൻ പണ്ട് പോലെ കുറേ ലൊക്കേഷനിൽ പോകുന്നുണ്ട്, പക്ഷെ ഇതുപോലെ വൈബിളുള്ള ലൊക്കേഷൻ ഞാൻ കണ്ടിട്ടില്ല. അപ്പം അതായിരുന്നു ഭയങ്കര. ശരിക്കും ഈ പ്രകമ്പനം എന്നൊരു കോളേജ് ലൈഫ് സ്റ്റോറി ആണെങ്കിലും നമുക്ക് ആ ഒരു ഫീൽ എന്ന് വെച്ചാൽ ഒരു അക്കാഡമിക് ഇയർ ഒക്കെ കഴിഞ്ഞിട്ടൊരു ബാച്ച് ഔട്ട് ആവുന്ന സമയമില്ലേ, ആ ഒരു ഫീൽ, ഒരു സെൻഡ് ഓഫിൻ്റെ ഒക്കെ ഫീലായിരുന്നു നമുക്ക്. പാക്കപ്പ് പാർട്ടി എന്ന് പറയുന്ന ഒരു സെൻഡ് ഓഫിൻ്റെ ഒരു ഫീൽ ഉണ്ടായിരുന്നു അവിടെ. ഇത് കംപ്ലീറ്റ്ലി ഷൂട്ട് കണ്ണൂർ തന്നെയായിരുന്നു? അല്ല, ഇവിടെ കൊച്ചി തന്നെയായിരുന്നു. ശരിക്കും കണ്ണൂരിന്റെ അല്ല, അത് ചോറ്റാനിക്കരയാണ് ഷൂട്ട് ചെയ്തത്. ചോറ്റാനിക്കര അപ്പുമനയിലാണ് ഷൂട്ട് ചെയ്തത്. ശരിക്കും കണ്ണൂരിന്റെ ചെറിയൊരു പശ്ചാത്തലം ഉണ്ട് അവിടെ. ഇതില് സോങ്സ് ആണെങ്കിലും ഭയങ്കര വൈറലാണല്ലോ ഇപ്പം. തള്ളവൈബ് സോങ് ആക്ച്വലി ഞാൻ അവരുടെ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്തും പറഞ്ഞു, ഇനിയിപ്പോ ബർത്ത്ഡേ വരുന്ന പെൺകുട്ടികൾ ആക്ച്വലി പേടിയോടുകൂടി നോക്കി കാണുന്ന ഒരു പാട്ടാണ്. നമ്മുടെയൊക്കെ കുറേ ആൾക്കാരുണ്ട് ഇപ്പം. ചില അമ്മമാരുടെ ഡാൻസ് കളിക്കില്ല, അമ്മമാരുടെ ഡാൻസ് കളിക്കണ ഈ സാധനം കിടും, തള്ള വൈബ്. ബർത്ത്ഡേക്കൊക്കെ ഹാപ്പി ബർത്ത്ഡേ തള്ള വൈബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഒരു യൂണീക്കായിട്ടുള്ള ടെക്നിക്കാണ്. കാരണം നമുക്ക് തന്ത വൈബ് എന്നിട്ട് കുറച്ചുകൂടെ ഫെമിലിയർ ആണ്. അതെ, പക്ഷെ തള്ള വൈബ് എന്നിട്ട് സാധനം ആരും ചിന്തിച്ചിട്ടില്ല. തള്ള വൈബ് അധികം ആൾക്കാർ അത് പബ്ലിക്കലി യൂസ് ചെയ്യാറില്ല. പിന്നെ ഇപ്പൊ എല്ലാവരുടെയും ഈ പറഞ്ഞ എല്ലാവരും ബർത്ത്ഡേ വരുന്ന സമയത്ത് ഇതും കിട്ടും, തള്ള വൈബ് പാട്ട്. എനിക്കാണെങ്കിൽ പേടിയാവുന്നത്, എന്റെ ബർത്ത്ഡേ വരാറായിക്കൊണ്ടിരിക്കുന്നു, വയസ്സും കൂടുന്നു. ഓക്കെ, അങ്ങനെ ഇപ്പൊ അതായത് ഇപ്പം നമ്മള് ഇതിനു മുന്നേയും ഇത് ആദ്യത്തെ സിനിമ അല്ല, പക്ഷെ ഒരു ആഗ്രഹിച്ച ഒരു റെക്കഗ്നീഷൻ കിട്ടിയ ഒരു ക്യാരക്ടറാണ് ഇത്. ത്രൂ ഔട്ട് ഉണ്ട്, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മറ്റു മൂവീസിൽ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നെങ്കിലും റിലീസിന്റെ സമയം അത് സിനിമയുടെ ഒരു പാർട്ടാണ്. നമ്മള് ഞാൻ മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവർ പറഞ്ഞതും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, നമ്മൾ തിയേറ്ററിൽ ചെന്നിട്ട് കാണുമ്പോൾ എന്താണ് അവിടെ കാണുന്നത്, അതാണ് സിനിമ. അതിനു മുന്നേ നമ്മൾ പലതും ചെയ്തിട്ടുണ്ട്, എത്രയോ വലിയ വലിയ നടന്മാരുടെയൊക്കെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട് ഇഷ്ടം പോലെ. അപ്പം
അതാണ് സിനിമ. കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ഫാമിലി ആയിട്ട് ഫ്രണ്ട്സിനെയൊക്കെ ആയിട്ട് വിളിച്ചിട്ട് ഞാൻ ഈ സിനിമയിലുണ്ടെന്ന് പറഞ്ഞിട്ട് പോയിട്ട് അവിടെ കാണുന്നതായിട്ട് നമ്മളുണ്ടാവില്ല, നമ്മൾ കരയും. അങ്ങനെ എനിക്കൊരു എൻ്റെ തന്നെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് സിനിമയ്ക്കകത്തുള്ള, അവരൊക്കെ ഇത് കണ്ടിട്ട് ഇങ്ങനെ പറയുക ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അനുഭവം ഭയങ്കര ഭീകരമാണത്. കാരണം നമ്മുടെ പെട്ടെന്ന് നമുക്കൊരു ബ്രേക്ക് ഉണ്ടാകുന്ന ഒരു ഭയങ്കര സംഭവമാണത്. എന്തായാലും ആ ഒരു ബ്രേക്ക് ത്രൂ അല്ലേ, ശരിക്കും ഒരു ബ്രേക്കിംഗ് ക്യാരക്ടറാണ് ഇപ്പോൾ പ്രകമ്പനത്തിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇനി നല്ല നല്ല ക്യാരക്ടേഴ്സൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ. തീർച്ചയായിട്ടും. തിരിച്ച് നമ്മൾ ഇപ്പോൾ ഇതിലേക്ക് വരുമ്പോഴേക്കും അഫ്കോഴ്സ് നമ്മളെല്ലാവരും വിചാരിക്കുക എന്താ, ഇപ്പം നിങ്ങൾ പല്ലി എന്ന് പറയുന്ന ഒരു മീഡിയ ഉണ്ട്, അതിൽ കുറേ പേര് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്താ നിങ്ങൾ ഇതുവരെ ഇന്റർവ്യൂ കൊടുക്കാത്തത്? ഇന്റർവ്യൂ ഉണ്ട്, നിങ്ങളുടെ ഒരു ടീമിന്റെ ഒരു ഇന്റർവ്യൂ ഇതിനിടയ്ക്ക് ആദ്യം തൊട്ട് വിളിക്കണ്ട, കുറച്ച് ആൾക്കാരൊക്കെ വിളിക്കണ്ടായിരുന്നു. പിന്നെ ആ സമയത്തൊക്കെ ഒന്ന് നമ്മൾ എല്ലാം ഞാനൊഴിച്ച് ബാക്കിയെല്ലാം ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു സംഘമാണ്. ഒരു ബാക്കിയുള്ള 6 പേര്, ഞങ്ങൾ 7 പേരാണ് ടോട്ടൽ ഉള്ളത്. അതിനകത്ത് ഈ 6 പേര് സംസാരിക്കില്ല. അത് കാരണം തന്നെ ഇതിനിടയ്ക്ക് ഒരു ചാനലിൻ്റെ ഇൻ്റർവ്യൂവിൽ വന്നപ്പം അവരാരും സംസാരിക്കും. അപ്പോഴും എന്നോട് പറഞ്ഞു സനീഷേട്ടാ നമുക്ക് നിങ്ങൾ ഈ പറയണ നിങ്ങളെങ്ങനെയാണോ അതുപോലെ സംസാരിച്ചാൽ മതിയാണ്. അപ്പോൾ ഞാനാണ് കൂടുതലായിട്ട് സംസാരിക്കുക. അപ്പോൾ സംസാരിച്ച് ഭയങ്കര സെറ്റായിരുന്നു. അപ്പോൾ അവളും പറഞ്ഞു ഞങ്ങൾ ചെയ്തതിൽ വൺ ഓഫ് ദി ബെസ്റ്റാണ് ഈ ഇൻ്റർവ്യൂ, ഭയങ്കര രസമായിരുന്നു കാണാൻ. അപ്പോൾ അതിനകത്ത് കമൻറ്റും എന്താ പറയുക, ഈ പുള്ളി തന്നെ മെയിൻ ആവുകയാണ്, പുള്ളി അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഊക്കും. കൂടുതലായിട്ട് ഞാൻ തന്നെ ഇങ്ങനെ ട്രോളി കൊണ്ട് അത് രസമാണ്. നമ്മുടെ കെമിസ്ട്രി എങ്ങനെയാണ്, അവർക്ക് ഇഷ്ടമാണ്, അത് എനിക്കിഷ്ടമാണ്. പുറമേ നിന്ന് കാണുന്ന ഒരാൾക്ക് അങ്ങനെയല്ലല്ലോ. അപ്പം നമ്മളെ വേറൊരാൾ വിലയിരുത്താൻ പറയുന്നത് മറ്റൊരാൾ നമ്മൾ വിലയിരുത്താൻ പോരുത്. കാരണം നമ്മുടെ കാഴ്ചപ്പാടും ഇപ്പം ഞാൻ എന്താ പറയുക മസ്താനിയോട് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കില്ല മറ്റവനോട്. അപ്പം ഓരോ ആൾക്കാരും ഓരോ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാവും. അത് നമ്മുടെ കംഫർട്ട് സോണിൽ നമ്മൾ വേറെ ആളായിരിക്കും, നമ്മുടെ വർക്കിംഗ് പ്ലേസിൽ വേറെ ആളായിരിക്കും, പറയാൻ പറ്റില്ല. നമ്മളിപ്പോ ഈ ഇന്റർവ്യൂവിൽ ഞാൻ ഇത്രയും വളരെ മാന്യമായിട്ടൊക്കെ സംസാരിക്കും. ചില നമ്മൾ ഫ്രീ ആയിട്ടാണെങ്കിൽ ഇതിനേക്കാളും കോമഡി ആയിരിക്കും. ഇന്റർവ്യൂവിന് മുന്നേ കുറച്ചും കൂടി കൂളായിട്ട് ഇത് ഒരു മസിൽ പിടിച്ച സംസാരിക്കുന്നത്. അപ്പൊ ചില ആൾക്കാരൊക്കെ അപ്പം കുറച്ച് ജാടയാണെന്ന് എന്നോട് അല്ലാതെ തന്നെ പക്ഷെ ഞാൻ വന്നപ്പോ വിചാരിച്ചിട്ടാ ഭയങ്കര ജാടയായിരിക്കും. എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു പരിചയമില്ലാത്തവരോട് നമ്മൾ ചിരിച്ചിട്ട് തിരിച്ച ചിരി കിട്ടിയില്ലേ നമ്മൾ ചമ്മൂലേ, അത് കാരണം ഞാൻ ചിരിക്കാറില്ല. നമ്മളിങ്ങനെ ഇരിക്കും, എന്നിട്ട് അവർ ചിരിക്കേണ്ട ഞാൻ ചിരിക്കും, പിന്നെ ഒക്കെയാണ് കയറി. അപ്പം ഇത് ഈ സിനിമയുടെ അങ്ങനെ ഞാൻ സാഗറിനോട് സംസാരിക്കാം. സാഗർ സംസാരിച്ചാൽ എനിക്ക് കുഴപ്പമില്ല. അമ്മയും ഈ കണക്കിന് ഞാൻ നോക്കുമ്പോൾ ഭയങ്കര ജാട, എനിക്ക് സംസാരിക്കാൻ ഭയങ്കര മടി. ഗണുവിനോട് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല, പക്ഷെ പിന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയി. എല്ലാവരും ഭയങ്കര എന്ന് വെച്ചാൽ അത്രയും അത് ഇതിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിലാണ് എനിക്ക് ശരിക്ക് ബാലൻ ചിദംബരം ഡയറക്ടർ ബാലൻ ദ ബോയ് എന്ന പടത്തിലോട്ട് എനിക്ക് വിളിക്കുന്ന ഗണപതി അതിനകത്തും ചെയ്തിട്ടുണ്ട്. ആ ചെറിയ വേഷമാണ്, പക്ഷെ നല്ല രസമുള്ള ക്യാരക്ടറാണ് ശരിക്കും. അതായത് ഇപ്പം ഗണപതി, സാഗർ, അമീൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ചിൽ ആക്റ്റീവ് ഭയങ്കരമായിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പം അമീൻ്റെയൊക്കെ ധ്യാൻ ചേട്ടനോടുള്ള ഇന്റർവ്യൂ ഞാൻ ഇതിന് മുന്നേ എടുത്തിട്ടുണ്ട്. മറ്റേ അതെല്ലാം ഇന്റർവ്യൂലും പറഞ്ഞ അതിനുശേഷം അവൻ ഇന്റർവ്യൂവിന് കുറച്ചൊന്നും ഭയങ്കരമായിട്ട് ഒതുങ്ങി. അതിനുശേഷം ഭയങ്കര ഏറിപ്പോയതാ. ശേഷം പ്രകമ്പനത്തിന്റെ ഇന്റർവ്യൂവിന് കാണുന്ന സമയത്ത് ആള് ഭയങ്കര ഒതുങ്ങിയിരിക്കുന്നു. അവനെ അറിയുന്നവർക്കൊക്കെ തോന്നുന്നു എന്തോ ഇവനിങ്ങനെ എന്താ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നു. അപ്പോൾ ഒരു കുറെ ഫൺ മൊമെന്റ്സ് ഒക്കെ ഉണ്ടായി കാണുമെന്ന് അറിയാം. പക്ഷെ എന്നാലും ഭയങ്കരമായിട്ട് ഓർത്തിരിക്കുന്ന എന്തെങ്കിലും മണ്ടത്തരങ്ങളോ അബദ്ധങ്ങളോ ഈ പേടിക്കുന്ന സീനൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെ പ്രകമ്പനത്തിൽ കുറേ സീൻ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം സാഗറിൻ്റെ തന്നെ ഞാനായിട്ട് ഒരു ഫസ്റ്റ് ഷോ ഉണ്ടല്ലോ, ആ ഒരു എപ്പിസോഡിൽ വരുന്ന വെച്ചാൽ സാഗർ ഇങ്ങനെ മുദ്ര വെക്കുന്നുണ്ട്, ഇല്ല മരിക്കുന്നില്ല. അപ്പൊ അതിന് മുന്നേ സാഗർ ഞാനും കൂടെ എന്നോടൊന്ന് ശനി നമുക്ക് എന്തെങ്കിലും ഇമ്പ്രൂവൈസ് ചെയ്യണ്ടേ, നമ്മളതിന് തീർച്ചയായിട്ടും നമ്മൾ മാറിയെന്ന് പ്ലാനൊക്കെ ചെയ്യാം. ഞാനിങ്ങനെ വന്നിട്ട് പറയും അപ്പം നീ ഇങ്ങനെ എനിക്കൊരു സാധനം തരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ആക്ഷൻ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അവനെ നോക്കുമ്പോൾ അവൻ സെല്ലിങ് പറഞ്ഞ പോലെ മറന്നു. ഞാൻ പറയടാ അയ്യോ മറന്നടാ, അത് മറന്നു. അടുത്ത ഓക്കെ കുഴപ്പമില്ല മറന്നോട്ട് പിന്നെയും പോകുമ്പം യവനത് സ്റ്റാർട്ടിങ് കിട്ടില്ല എന്തായിരുന്നു. അപ്പം പിറകെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ചേച്ചി ഇരിപ്പുണ്ട്, ചേച്ചി ഇല്ല മരിക്കുന്നില്ല. എന്നിട്ട് അവൻ പറയാ ഞങ്ങളതിട്ട് ഭയങ്കര ട്രോളി. അതുപോലെ വിജയ് ചേട്ടൻ എൻ്റെ ഡയറക്ടർ, ഞങ്ങൾ ഭയങ്കര ഫണ്ണാണ് പുള്ളി ഈ ഫോട്ടോ വെച്ചിട്ട് ലാസ്റ്റ് ക്ലൈമാക്സ് സീനൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പുള്ളി ഇങ്ങനെ വന്നിട്ട് റോഡ് സൈഡ് ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ മുകളിലോട്ട് നോക്കി നിൽക്കുക. ഞാൻ ചോദിച്ചു, അപ്പം ഞാനും പുള്ളി ഭയങ്കര ഒരു ഫ്രണ്ട്സ് അല്ല അതിനേക്കാളും ഭയങ്കര സഹോദര തുല്യമായിട്ടുള്ള ബന്ധമാണ്. ഞാൻ വിഷയം എന്ത് കുഴപ്പം ഒന്നുമില്ലടാ. പക്ഷെ ഞാനടുത്ത് ആർട്ടിൻ്റെ അങ്ങനെ എന്തോ ഒരു ഇതുകൊണ്ട് കുറച്ച് ഡിലേ ആയതുകൊണ്ടാണ് അതൊന്നുമില്ലടാ അതൊന്നുമല്ല. എന്താ ഇല്ല കുഴപ്പമില്ല നീ വയ്ക്കാം. ഞാൻ അപ്പം എനിക്ക് ടെൻഷൻ. ഞാൻ എന്താ അറിയില്ല. ഞാൻ പറ നീ ആരോടും പറയരുത്. ഞാൻ ഞാനൊരു ഒറ്റ മൈനയെ കണ്ടത് സീരിയസ്ലി. ആ ഒറ്റ മൈനെ കണ്ടു, എനിക്ക് 2 മൈനെ കണ്ടില്ല, എനിക്ക് അനുഭവം ഉള്ളതാണ്, ഭയങ്കര പ്രശ്നമായിരിക്കുന്നതാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു മൈന ഉണ്ടാവും, ഞാൻ ദൈവം പറ്റും
അത് കൂട്ടില്ല. എന്താ അത് ആ മൈനയാണോ ഈ മൈനയാണോ എന്ന് അറിയില്ല. അത് ഇങ്ങനെ പറഞ്ഞു ഇവിടെ നിന്നാണോ 2 മൈനയെ കണ്ടിട്ടാണ് ശരിക്കും ഷൂട്ട് തുടങ്ങിയത്. അയ്യോ സത്യം സത്യം അമ്മ സത്യമായിട്ട് അങ്ങനെ തുടങ്ങിയത്. ശരിക്കും ഞാൻ പുള്ളിനെ എന്തെങ്കിലും ഇന്റർവ്യൂ എടുക്കുകയായത് ഞാൻ വിളിച്ചായിരുന്നു. അപ്പൊ പുള്ളി കുറച്ച് തിരക്കില്ല. അപ്പൊ ശരിക്കും നടന്ന സംഭവമാണ്. പുള്ളി അങ്ങനെയാണ്. ഇതിനിടയ്ക്ക് ഇതും കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ഈ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമ്മള് ഇവിടെ ഗോകുലത്തിൽ താമസിക്കുക, കോഴിക്കോട്. ഇവിടെ കോഴിക്കോടല്ല, ഇവിടെ ട്രിവാൻഡ്രത്ത് ഗോകുലത്തിൽ താമസിക്കണ പുള്ളി ഇങ്ങനെ ഇതേ ജനത് നോക്കടാ 4 മൈന സന്തോഷം എനിക്ക്. ഇത് വിട്ടില്ല നിങ്ങള്. ശരിക്ക് ഞാൻ ഇത് സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഒറ്റ മൈനിനെ കണ്ടിട്ട് ഇപ്പൊ ഞാനാണ് കാണുന്നെങ്കിൽ ഇപ്പൊ ചേട്ടൻ ഇങ്ങനെ കൈയടിച്ച് തന്നാൽ ആ ദുഃഖം അങ്ങോട്ട് പാസ് ചെയ്യും. അങ്ങനെയൊക്കെ ഞാൻ എന്തൊക്കെയോ ഉണ്ട്. നമ്മള് കൊമ്പ് മുളക്കുക അങ്ങനെ. ഇത് കൊള്ളയാണോ? എന്നാലും ചിലതൊക്കെ എന്താ പറയുക നമ്മുടെ ലൈഫിൽ നമ്മൾ ചിന്തിക്കുന്നത് അറിയാം. ചില ആൾക്കാർ നമ്മളിങ്ങനെ ഇറങ്ങാൻ നേരത്ത് കണി കാണുക എന്നൊക്കെ പറയില്ലേ, അവരെ കണ്ടിട്ട് കുറേ അനുഭവമുണ്ട്. ഒരാളുണ്ട് നമ്മൾ ഇറങ്ങാൻ നേരത്ത് ആ പുള്ളിയെ കണ്ടിട്ടുണ്ട്. എനിക്ക് അന്ന് എങ്ങനെയാണെന്ന് അറിയില്ല, എനിക്കൊരു 7 പ്രാവശ്യം കണ്ട ആക്സിഡന്റ് ആയിട്ടുണ്ട്. പുള്ളിയെ കണ്ടു എങ്ങനെയും ഒന്നിക്ക് വണ്ടി സൈഡാവും, ഒന്നിക്ക് പഞ്ചറാവും, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ശരിക്കും ഉള്ളതാ. ഇത് കുറേയൊക്കെ ഉള്ളതാ. ഇതെന്താ അറിയില്ല, ഇതൊരു ശാസ്ത്രമാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ അങ്ങനെയല്ല, 1 പ്രാവശ്യമാണേ ഓക്കെ, 2 പ്രാവശ്യമാണേ ഓക്കെ. ഇപ്പൊ ഒരു 4-5 പ്രാവശ്യമൊക്കെ സംഭവിക്കാൻ നമ്മൾ വിചാരിക്കില്ല ഈ ഇതിലെന്ത് സത്യം ഉണ്ടതില്ലേ. അങ്ങനെയുള്ള ഇപ്പോ ഫാമിലിയിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ വീണ്ടും ഞെട്ടുന്ന ഒരു കാര്യമാണ്. മാരീഡ് ആണ്, 2 കുട്ടികളുണ്ട്. മാരീഡ് ആണ്. വൈഫിന്റെ പേര് നീതു CP, ഇരിട്ടി മുനിസിപ്പാലിറ്റിയിൽ ഓവർസിയറാണ്. മക്കള് 2 പേര്, ശിവതേജ്, ശ്രീതേജ്. ഒരാൾ 2ാം ക്ലാസ്സിൽ പഠിക്കണു, ഒരാൾ നഴ്സറിയിൽ. എന്താ മക്കള് ഈ സിനിമ കണ്ടിട്ട് എന്താണ് അവർക്ക് മനസ്സിലാവും അല്ലേ? മനസ്സിലാക്കില്ലേ? എന്തായിരുന്നു അവരുടെ റെസ്പോൺസ്? ഭയങ്കര കയ്യടിക്ക്. ഞാൻ ഒന്നാമത് എൻ്റെ മോനെ ഇങ്ങനെ എന്തെങ്കിലും ഈ ശ്വാസകോശത്തിന്റെ ഒക്കെ കാണിക്കുന്നതിന് അവൻ കണ്ണുകുത്തും. അവനൊന്നും ഇഷ്ടമല്ല. അപ്പൊ ഈ പ്രേതം വരുമ്പോ കുറച്ച് കണ്ടെത്തി, ഈ ഗോസ്റ്റിന്റെ എലമെന്റ്സ് ഒക്കെ വരുന്ന സമയത്ത് കണ്ടെത്തി. ബാക്കിയൊക്കെ ഭയങ്കര അടിച്ച് ചിരിയായിരുന്നു അവൻ. അപ്പൊ ഇളയൻ പറഞ്ഞത് അപ്പ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരോടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നാട്ടിൽ ചെന്നിട്ട് സിനിമ കാണുന്ന സമയത്ത് എല്ലാവരും പറയും അപ്പ വരും എന്ന് പറഞ്ഞു. ചിലത് കോമഡി എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യ സിനിമ അഭിനയിച്ച വിവാഹവാഹനായിരുന്നു. അപ്പൊ ഫസ്റ്റ് ഒരു 5 മിനിറ്റ് വന്നിട്ട് പിന്നെ എന്നെ കാണിക്കണ ക്ലൈമാക്സിലാണ്. അപ്പോൾ ആദ്യത്തെ ഷോയിൽ ഞാനും മകനും വൈഫൊക്കെ കൂടെ പോയി. അപ്പം മൂത്തവനുണ്ടായിരുന്നല്ലോ. അപ്പം മൂത്തവൻ കണ്ടു. ഓക്കെ. അന്ന് തന്നെ വൈകുന്നേരം നൈറ്റ് ഷോയിൽ ഞാനും ചേട്ടൻ്റെ കൊച്ചൊക്കെ കൂടെ. അപ്പോൾ ചേട്ടൻ്റെ കൊച്ചോട് എൻ്റെ മോൻ പറയാം, ദേ അപ്പ കാണിച്ചു, ഇനി ഉറങ്ങിക്കോ, ഇനി കുറേ കഴിഞ്ഞ് അപ്പ വരും, അന്നേരം വിളിക്കാതെ. അത്രയും ശ്രദ്ധിക്കുന്നുണ്ടോ? ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഇതിപ്പോ 5ാമത്തെ മൂവിയാണ്. അപ്പം ഇതുവരെയുള്ള ഒരു ത്രൂ ഔട്ട് ഒരു 5 മൂവി എന്ന് പറയുമ്പോഴും അത് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളിപ്പോ റോൾസ് കട്ട് ചെയ്താലും ഡയലോഗ്സ് കട്ട് ചെയ്താലും ആ ഒരു എക്സ്പീരിയൻസ് ഒരു വലിയൊരു വേണം. നമുക്ക് തിക്താനുഭവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ആ റിസൾട്ടിന് ഒരു മധുരം ഉണ്ടാവുള്ളൂ. അത്രേ ഉള്ളൂ. നമ്മളിപ്പം കോപ്പി അടിച്ച് ജയിക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു ത്രില്ലുണ്ടല്ലോ. നമ്മള് തൊണ്ടൊക്കെ വെച്ചിട്ട് എഴുതിയ ഒരു ത്രില്ല നമ്മൾ എഴുതി എന്നുള്ളത്. അതുപോലെ നമുക്ക് എന്തെങ്കിലും മോശം അനുഭവങ്ങൾ ഇപ്പം ഇന്റർവ്യൂവിൽ ഇത് പറയണമെങ്കിൽ ഒന്നുമില്ല ഞാൻ ഡയറക്റ്റായിട്ട് സിനിമയിലോട്ട് വന്നു എന്നൊക്കെ പറയണമെങ്കിൽ സുഖം, ഇങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു പൊസിഷനിൽ നിൽക്കുമ്പം, ഞാനിപ്പം പണ്ട് തൊട്ടിട്ട് മസ്താനിയുടെ ഷോ കാണുന്നുണ്ട്. ഞാൻ അന്ന് ചിന്തിച്ചിട്ടില്ല ഞാനിങ്ങനെ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ബിഗ് ബോസിന്റെ എപ്പിസോഡുകൾ കണ്ടിട്ടുണ്ട്. അതിവിടെ അങ്ങനെയല്ല. അപ്പം നമ്മൾ കണ്ട ഓക്കെ മസ്താനി, നമ്മൾ എന്തെങ്കിലും ചിന്ത നമ്മളിങ്ങനെ വന്നിരിക്കുന്നുണ്ട്, ചിന്തിച്ചില്ല. അപ്പം ഇതൊക്കെ നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ ഇതൊക്കെ ഉണ്ടാവണമല്ലോ, സംഭവിച്ചു പോകണല്ലോ. അപ്പം ഭാവിയിൽ ഇതിനേക്കാളും വലുതൊക്കെ ഉണ്ടാവട്ടെ, നല്ലത് വരട്ടെ. ഇപ്പൊ പല്ലിനെ കുറിച്ച് പറയുമ്പോഴേക്കും എന്താണ് പല്ലി മീഡിയ ആരാണ് അത് സ്റ്റാർട്ട് ചെയ്തത്? അതിന്റെ പിന്നില് ഒരാളാണോ, ഒരുപാട് പേരുണ്ടോ? എത്ര നാളായി സ്റ്റാർട്ട് ചെയ്തിട്ട്? ഞങ്ങള് ഈ ശരിക്കും ഒരു ജാതി ജാതകം എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു പാക്കപ്പിൻ്റെ സമയത്ത് രാകേഷ് മണ്ടോടി പുള്ളിയാണ് എന്നോട് പറഞ്ഞത്, നീ പോയിട്ടൊരു ചാനൽ തുടങ്ങുക, നീ മറ്റു ചാനലിലൊക്കെ സ്ക്രിപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, നീ തുടങ്ങിക്കുക, വൾഗർ അല്ലാത്ത വിധത്തിൽ ചെയ്താൽ എന്തായാലും ശ്രദ്ധിക്കുന്നതാണ്. അപ്പം ഞങ്ങളങ്ങനെ തുടങ്ങി. ഒരു 4 പേരുണ്ടായിരുന്നു ആദ്യം. അതിനകത്ത് ഒരു 2 പേര് പകുതിയിൽ നിന്ന് ഇട്ടിട്ട് പോയി. കാരണം റീച്ചില്ല. ഒരു 32 വീഡിയോ ചെയ്ത സമയത്ത് 432 ഫോളോവേഴ്സ്. എനിക്ക് അത്രയും മെമ്മറി നിൽക്കാൻ കാരണം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ടാണ് അവരിട്ടിട്ട് പോയി. അപ്പോൾ ഒരാളെ അവരെ കുറ്റം പറയാനുള്ള കാരണം അവരുടെ അവസ്ഥ അതാണല്ലോ. അപ്പം അങ്ങനെ പോയ സമയത്ത് വിജേഷ് പറഞ്ഞു എന്ത് ചെയ്യടാ, ഞാൻ 500 ഫോളോവേഴ്സും 500 ഫോളോവേഴ്സ് അത് നമ്മളെ കാണണ്ടല്ലോ, അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ടിട്ട് കയറാൻ തുടങ്ങി. ഇപ്പം നമ്മൾ വിചാരിക്കണതിനേക്കാളും എത്രയോ ദൂരം എത്തി. എത്ര ഫോളോവേഴ്സ് ഉണ്ട് ഇപ്പം ഇൻസ്റ്റയില് 181K ഫോളോവേഴ്സ്. ഈ പൊതുവെ ഈ 400 പേരെന്ന് പറയുമ്പോഴേ ഇൻസ്റ്റഗ്രാമിൽ ആ 400 ചിലപ്പോൾ ചെറിയ നമ്പർ ആയിരിക്കും. ഞാൻ ഒരു വീഡിയോ ഉണ്ടതാ,
ഒരു സ്റ്റേജിൽ 400 പേര് എന്ന് പറയുന്നത് വലിയൊരു നമ്പറാ. പിന്നെ 400 പേര് നമ്മുടെ വീഡിയോ കണ്ടെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് 400 വ്യൂസ് ഉള്ളു അല്ലേ, പക്ഷെ 400 ആളുകൾ കണ്ടിട്ടുണ്ട്. അത് നമ്മളൊരു സിനിമയ്ക്ക് കയറിയിട്ട് അവിടെ 100 ആളുണ്ടെങ്കിൽ 100 ഭയങ്കര വലിയ സംഖ്യയല്ലേ. ഈ 100 പേര് നമ്മളെ കണ്ടില്ലേ. അപ്പൊ അവര് ആഗ്രഹിക്കേണ്ടത് ഇഷ്ടപ്പെട്ടുകൊണ്ടാണല്ലോ കാണുന്നത്. അപ്പൊ അടുത്തൊരു എപ്പിസോഡിന് വേണ്ടി കത്തിക്കാൻ നമ്മൾ ആ 400 പേർക്ക് കഴിയുമ്പോൾ അവര് മറ്റുള്ളവരോട് പറയും അവർ 500 പേരെ 600. ഇപ്പം പിന്നെ എങ്ങനെ ഇട്ടാലും റീച്ച് കയറും. അത് ആക്ച്വലി എനിക്ക് കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന കുറെ ആളുകളുണ്ട്. അവർക്ക് അവർ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് എനിക്ക് 400 പേരെ കാണുന്നുള്ളൂ, 100 പേരെ കാണുന്നുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരോടാണ് 400 പേര് എന്ന് പറയുന്നത് വലിയ ആൾക്കാരാണ്. ഇന്ന് 400 ആണെങ്കിൽ നാളെ 4000 ആവും, പിന്നെ 4 ലക്ഷം. ഞാൻ പറഞ്ഞ 32 വീഡിയോസിൽ 32 വീഡിയോസിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോസ് ഒക്കെ കിടക്കുന്ന 32-നകത്താണ്. അതൊക്കെ ഇപ്പൊ ആൾക്കാർ കണ്ടിട്ട് റീച്ച് ആവുന്നു. അത് ഭയങ്കര റീച്ചായി അതൊക്കെ. പിന്നെ ഇപ്പം എൻ്റെ കൂടെ ഞാനടക്കം 7 പേരുണ്ട്. ഇതിനകത്ത് 7 പേര് പ്ലസ് നമുക്ക് എന്താ പറയുക സപ്പോർട്ടിങ് ആക്ടേഴ്സ് ആയിട്ടുള്ള ആക്ട്രസ് അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പം 7 പേരാണ് മെയിൻ. ഞാൻ, വിജേഷ്, പിന്നെ പ്രയാഗ്, ഉണ്ണികൃഷ്ണൻ, ശൈലേഷ്, നിജിൽ കുട്ടൻ, ഡാനി, അമൽ ഡാനി, അനുജിത്ത്. അപ്പൊ 7 പേരും കൂടെ ഒരു ദിവസം വരും. തീർച്ചയായിട്ടും വരും. ഇവിടെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ കണ്ണൂരായിരുന്നെങ്കിൽ ഞാൻ പെട്ടെന്നുള്ള ഞങ്ങള് കണ്ണൂർക്ക് വരാമോ? ആവശ്യമായോ? നമ്മള് പല്ലി ടീം പല്ലിനെ കുറിച്ച് പറയുമ്പോൾ പല്ലി ചെയ്ത കുറേ വീഡിയോസ് ഉണ്ട്. പക്ഷെ എന്നാലും നമ്മളൊരു നല്ല റീച്ച് കിട്ടിയ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് കാണിക്കാം നമുക്ക്. കാരണം ഇവരെ കുറിച്ച് പറയുമ്പോൾ ഇവരുടെ വീഡിയോ കാണിച്ചില്ലെങ്കിൽ അത് മോശം. ഏതായാലും നമ്മുടെ മാഷിനെ ടീച്ചേഴ്സിനെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ബിഹൈൻഡ് ദ ക്യാമറ ഇതിനെ കുറിച്ച് പറയുന്നു. അപ്പൊ അത് തന്നെ കാണിക്കും. പണ്ട് ക്ലാസ് വർത്താനം പറഞ്ഞു നിങ്ങൾ എന്നെ ബേക്ക് കഴിഞ്ഞിക്കൊണ്ടിരുത്തി. അന്ന് ഞാൻ ബേക്ക് പോയ. ഇനി ഇതുവരെ ഞാൻ മുമ്പേക്ക് വന്നില്ല. നിങ്ങൾക്കറിയാം ബസ്സിൽ ക്ലീനർ പണിയാണ്. അതും ബസ്സിന്റെ ബാക്കിൽ. നിങ്ങളെ പഠിപ്പിച്ചില്ലേ വിജേഷ് ഡ്രൈവറായി ബസ്സിന്റെ മുമ്പിൽ. നിങ്ങളെ മക്കളെല്ലാം നിങ്ങൾ മുമ്പിൽ എത്തി പഠിപ്പിച്ചില്ലേ. അവരിപ്പം നല്ല നിലയിലെത്തിയില്ലേ. രണ്ടിനെയും കൂടി പഠിക്കാൻ വേണ്ടിട്ട് പുറത്ത് വിട്ടയാ. എന്നിട്ടിപ്പോ രണ്ടും അകത്താണ്. എങ്ങനെ മയക്കുമരുന്ന് നടത്തിയിട്ട് ചെയ്യില്ല. അപ്പൊ നിങ്ങൾ അവനോട് വേണ്ടുകൊണ്ടിരിച്ചാല് ഞാനും സോറി മാഷ് പറയണ്ടേ. നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വേഗം കൊണ്ട് ഇരുത്തിയ മാസം മാഷ നമ്മൾ വിളിക്കാൻ പറ. മാഷ പഠിപ്പിച്ച ഒരു കാര്യം ശരി. മാഷ പറഞ്ഞില്ല ഭൂമി ഇങ്ങനെ കറങ്ങും. ഭൂമി നല്ലോണം കറങ്ങും. മാഷ ഇതൊക്കെ റിയൽ ലൈഫിൽ ഇതിന്റെ സ്ക്രിപ്റ്റ് ആരാ? സ്ക്രിപ്റ്റ് എഴുതില്ലേ? സ്ക്രിപ്റ്റഡ് അല്ല. ഒന്നുമില്ല ഇതുവരെ എഴുതിയ ഒന്നുമില്ല. ഒരു 160 വീഡിയോസ് ചെയ്ത് ഒന്നും ഇതുവരെ എഴുതിയിട്ടില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് സ്പോട്ടിൽ അവിടെ പോകും. നമ്മൾ ഏതെങ്കിലും ലൊക്കേഷൻ പ്ലാൻ ചെയ്യും, അവിടെ ഇരിക്കും. എന്നിട്ട് ഇങ്ങനെ ആലോചിക്കും. മെയിനായിട്ട് ഞാനും വിജേഷും തന്നെ തടി വെച്ചിട്ടില്ല. ഞങ്ങളാണ് മെയിനായിട്ട് എല്ലാം പ്ലാൻ ചെയ്യും. ഒരു ത്രെഡ് കിട്ടും. പിന്നെ ഇങ്ങനെ ആ സമയത്ത് എന്തൊക്കെയാണോ വായിൽ വരുന്നത് അതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയും. എന്നിട്ട് അങ്ങനെ സെറ്റ് ചെയ്തതാണ്, അല്ലാതെ ഒന്നും പ്ലാൻ അല്ല. ഓക്കെ, മിമിക്രി എന്ന് പറഞ്ഞപ്പോഴേ എന്തായാലും നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഇത് ആദ്യമൊക്കെ ആക്ടേഴ്സിന് വിനയ് ഫോർട്ട്, വിജയ് സേതുപതി അങ്ങനെ ഒക്കെ ആയിരുന്നു. ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന ആളെ തന്നെ ഞങ്ങൾക്ക് ചെയ്യണം എന്ന് പറയുന്നത് ഇപ്പം പറഞ്ഞിട്ടുള്ള പിണറായി വിജയനൊക്കെ മുഖ്യമന്ത്രിയുടെ ശബ്ദമൊക്കെ പോയി. കാണിക്കോ? ശ്രമിക്കാം. ചിലപ്പോൾ പാളിപ്പോകും, അതുകൊണ്ട് ക്ഷമിക്കാം. പാളിപ്പാളിയാണ് ശരിയാവുന്നത്. ഞാൻ തിരുവനന്തപുരത്ത് വരുന്ന സമയത്ത് ഇവിടെ മസ്താനിയുടെ ഷോ ഉണ്ടെന്ന് അറിഞ്ഞു. വല്ലാത്ത ചോദ്യങ്ങളാണ്. മര്യാദ കാണിക്കണം കേട്ടോ കടപ്പുറത്ത്. വേറെ ഒന്ന് രണ്ട് പേരും കൂടെ. വിജയ് സേതുപതി. Sir, ஒரு காசு சொல்லட்டுமா சார்? எப்படி சார்? காலைல படம் பார்த்தியா?
பாத்தி நான் சொல்ற பொண்ணுக்கு புதுசில் ஆனால் சொல்கிறேன் ஐம் வெயிட்டிங் உனக்கு 2 வருஷம் டைம் முடிஞ்சு கொண்டு உன்னை காப்பாற்றுங்க. ഓ സെറ്റ്. ഇപ്പൊ ശബ്ദം പോയി കിടക്കാതെ അങ്ങനെ പറഞ്ഞാൽ കുറച്ചും കൂടെ ഇത് കിട്ടില്ല. ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല ഇല്ല. എന്നിട്ട് ഇങ്ങനെ കയ്യിൽ എഴുതി വെച്ചിട്ട് വരും. പിന്നെ ചെയ്യണത് സഞ്ജു സാംസൺ. സത്യം പറഞ്ഞ ചേട്ടാ എനിക്ക് ഈ ബോൾ കാണുമ്പോൾ തന്നെ കയറി അടിക്കാൻ തോന്നി ചേട്ടാ. ഞാൻ ഈ ചെന്നൈയിലോട്ട് പോകാനുള്ള അല്ല വേർപ്പൊഞ്ഞിട്ട് കുപ്പായൊക്കെ അവിടെ ഇരിക്കട്ടെ ചേട്ടാ. അതൊക്കെ പിന്നെ പറയാം. ഇനിയിപ്പം കുറച്ച് വേർത്താലേ കുപ്പായൊക്കെ എടുത്തിടാൻ പറ്റത്തുള്ളൂ. കൊള്ളാം. ഓ 500 പല സ്റ്റേജുകളും ചെയ്തിട്ടുണ്ട്. ട്രൂ. ഞാൻ ഫിഗർ ഷോയും ചെയ്യുന്നില്ല. ലാലേട്ടൻ്റെത് ഇന്നസെൻ്റ് ഏട്ടൻ്റെയൊക്കെ ഫിഗർ ഷോ ചെയ്യുന്ന ആ സമയത്ത്. ഇന്നസെൻ്റ് ഏട്ടൻ്റെ ഒരു ലുക്ക് ഉണ്ട്. അതേപോലെ അങ്ങനെയില്ലേ ക്ലീൻ ഷേപ്പൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വരും. അടിപൊളി. ഇപ്പൊ കൊറേ നാളത്തെ ഒരു പ്രയത്നത്തിന്റെ ഒരു റിസൾട്ട് ആണ് ഇപ്പോ നമ്മൾ ഇങ്ങനെ നമ്മൾ എന്തൊക്കെ മിമിക്രി ചെയ്യുകയാണെങ്കിലും എന്തൊക്കെ ചെയ്യണ്ടെങ്കിലും ഇതിന്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് നമുക്ക് സിനിമയാണ്. ഒരു ലാസ്റ്റ് പോയിന്റ് എന്നാണ് സിനിമ. സിനിമ എന്ന് വെച്ചാൽ സിനിമയിലും വ്യക്തമായ പ്ലാനിങ് വേണമല്ലോ നമുക്ക്. ഇന്ന ക്യാരക്ടർ ചെയ്യണം. ഞാനിപ്പം ഇതിനകത്ത് കണ്ണൂർ സ്ലാങ് ആണല്ലോ. അപ്പം നമുക്ക് ചില സ്ലാങ്ങുകൾ ഭയങ്കര പ്രശ്നം. ഒരേ സ്ലാങ് തന്നെ പിടിച്ചു പോവുകയാണെങ്കിൽ ഭയങ്കര നെഗറ്റീവ് വരും. അപ്പം നമ്മൾ മിമിക്രി ആയതുകൊണ്ട് തന്നെ സ്ലാങ്ങുകൾ എനിക്ക് വലിയ പ്രശ്നമില്ല. എല്ലാ സ്ലാങ്ങുകളും കോഴിക്കോടാണെങ്കിലും തൃശ്ശൂരാണെങ്കിലും എല്ലാം പിടിക്കാൻ പറ്റും ചില സമയങ്ങളിൽ. പിന്നെ കുറച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ കോഴിക്കോട് ഉള്ള ആൾക്കാരുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന എന്തൊരു സിസ്റ്റം എന്ന് വെച്ചാൽ സംസാരിക്കുമ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി ആ സാധനം വരും. ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഇങ്ങനെ ആ സാധനം വരും. കൊല്ലത്താണെങ്കിൽ ഇപ്പം അമ്മീനോടൊക്കെ അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ അങ്ങനെ ആ സാധനം വരും. ഇപ്പൊ സുബിൻ ദാസിനോട് സംസാരിക്കുന്ന ആ തിരുവനന്തപുരം സാധനം വരും. അങ്ങനെ വരും സാധനം. അപ്പം ഒരു കണക്ക് നല്ലതാണ് സത്യം. ഒരു എന്താ പറയുക ഒരേ ഇതിനെ ശൈലിയിലോട്ട് പോകുമ്പോൾ മറ്റുണ്ട്. പിന്നെ വേറെ വേറെ ക്യാരക്ടർ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഒന്ന് മെയിനായിട്ട് കോമഡി റോൾ ചെയ്യണം. കോമഡി തന്നെ പലതരത്തിൽ ചെയ്യണം. പിന്നെ കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇമോഷണൽ ട്രാക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പല്ലി ടീമിലേക്ക് വരുമ്പോഴേക്കും ഇപ്പം അത്യാവശ്യം ആളുകൾ അറിയുന്ന ഒരു കോണ്ടന്റ് ക്രിയേഷൻ ടീമാണ് നിങ്ങൾ. ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്സ് എടുക്കുക, നിങ്ങളുടേതായ രീതിയിൽ വീഡിയോസ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ കോണ്ടന്റ് ക്ഷാമം വന്നിട്ടുണ്ടോ? ഇതുവരെ വന്നിട്ടില്ല. അതിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ? കാരണം കുറേ നമ്മളിപ്പോൾ ഒരു 3-4 ചെയ്ത് പിന്നെ ആ സമയത്ത് ഒന്നാമത് നമ്മൾ പ്രീ പ്ലാൻഡ് ആയിട്ടൊന്നും ചെയ്യാറില്ല, നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ ആ സമയത്ത് എന്തോ വരും. പക്ഷെ അതിൻ്റെ ഒരു ദാരിദ്ര്യം എന്ന് പറയാൻ പറ്റില്ല. ചില ദിവസങ്ങളിൽ നമ്മൾ 3 ചെയ്യുന്നത് ചില ദിവസം 1 ചെയ്യാൻ പറ്റും. 1 ചെയ്യാൻ പറ്റുള്ളൂ, പക്ഷെ 1 ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ചിന്തിക്കും. അത് ഭയങ്കര അതിന് ചിലത് ക്ലൈമാക്സ് കിട്ടില്ല നമുക്ക്. ഞാൻ ഇതിനകത്തൊരു വീഡിയോ ഉണ്ട്, ഞാൻ സുഗുണം എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ട്, ലാസ്റ്റ് കിണറിനകത്ത് വീടുന്ന വീഡിയോ ഉണ്ട്. ക്ലൈമാക്സ് ഇല്ലായിരുന്നു. ഞാൻ ഇങ്ങനെ എന്തൊക്കെയാ പറഞ്ഞു, ക്ലൈമാക്സ് കിട്ടണല്ലോ. അപ്പം ഇങ്ങനെ ആലോചിച്ച് അപ്പം എനിക്ക് പെട്ടെന്ന് കിട്ടിയൊരു സാധനമാണ്. അപ്പോൾ ആ ഷോട്ടും നല്ല രസമാണ്. ശരിക്കും ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു. കിണറിൽ വീഴുന്ന ഒരു ഫീൽ എപ്പോഴും ഉണ്ടാവും. ഒരു ഭയങ്കര ഒറിജിനാലിറ്റി. അപ്പം എന്നെ ഈ സിനിമയെ തന്നെ ശരിക്കും ചാടിയോ? ഇല്ല, അത് ക്യാമറ ട്രിക്കാണത്. അപ്പം ഇനി DOP ചെയ്യണ 1-2 പേര് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇവിടെ ഭയങ്കര രസമായിട്ടുണ്ടല്ലോ, അതിങ്ങനെ ചെയ്തു ചോദിച്ചു. അപ്പോൾ അത് കണ്ടറിയാം അതിൻ്റെ ഒരു ഭംഗി. ഞാനിങ്ങനെ വന്നിട്ട് മാസ്ക് ആയിട്ട് ഞാൻ അവർക്ക് പറഞ്ഞിട്ട് മനസ്സിലാവേണ്ടത്. വിജയേഷിനോട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ, എന്നിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു. അവനോട് ഇങ്ങനെ വന്നിട്ട് ക്യാമറ ചെയ്ത് കാണിച്ചു കൊടുത്തു. ശരിക്കും ആ ഒരു സൗണ്ട് എഫക്റ്റ് ഒക്കെ ഇട്ടപ്പോഴത്തേക്കും കിണറിൽ വീണൊരു ഫീൽ വന്നു. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.